മത്സരത്തിന് തുടക്കം മുതൽ തന്നെ ലിയണൽ മെസ്സി വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. കാരണം ഈ മത്സരത്തിലെ റഫറിംഗായ ഗബ്രിയേൽ കാലറിൻസിന്റെ തീരുമാനങ്ങളിൽ ലിയണൽ മെസ്സി വളരെയധികം അസ്വസ്ഥനായിരുന്നു. അറ്റ്ലസ് താരത്തിന്റെ ഒരു രൂക്ഷമായ ഫൗൾ ലിയണൽ മെസ്സിക്ക് നേരിടേണ്ടി വന്നതിന് ശേഷം ലിയണൽ മെസ്സി ആ താരത്തോട് രൂക്ഷമായി പ്രതികരിക്കുന്നതും കാണാനായിരുന്നു. ത്രില്ലടിപ്പിച്ച മത്സരം ഒടുവിൽ ഇന്റർ മയാമി വിജയം സ്വന്തമാക്കി. ലീഗ്സ് കപ്പിൽ അറ്റ്ലസിനെതിരെയാണ് 1-2 ഗോളുകൾക്ക് ഇന്റർ മയാമി വിജയിച്ചത്. മത്സരം മെസ്സി മാജിക്കിലൂടെയാണ് ഇന്റർ മയാമി വിജയം കരസ്ഥമാക്കിയത്. 1-1 സമനിലയിൽ പോയിക്കൊണ്ടിരുന്ന മത്സരം ലിയണൽ മെസ്സിയുടെ കിഡിലൻ അസിസ്റ്റിലാണ് ഇന്റർ മയാമി വിജയിച്ചു കയറിയത്. സെഗോവിയ, വേഗന്റ് എന്നിവരാണ് ഈ മത്സരത്തിൽ ഗോൾ നേടിയത്. ഈ 2 ഗോളുകൾക്കും വഴിയൊരുക്കിയത് ലിയണൽ മെസ്സിയായിരുന്നു. മത്സരം 1-1 സമനിലയിൽ പോയിക്കൊണ്ടിരിക്കവേ മത്സരത്തിന്റെ അവസാന നിമിഷം 90 മിനിറ്റും കഴിഞ്ഞ് എക്സ്ട്രാ ടൈമിന്റെ 5-ാം മിനിറ്റിന്റെ അവസാന നിമിഷത്തിൽ ലിയണൽ മെസ്സിയുടെ ഒരു അപ്രതീക്ഷിത കുതിപ്പാണ് വേഗന്റിന്റെ ഗോളിൽ കലാശിച്ചത്. അറ്റ്ലസിന്റെ പ്രതിരോധ താരങ്ങളെ വെട്ടിയൊഴിഞ്ഞു മാറി ലിയണൽ മെസ്സി ആ പന്ത് വേഗന്റിന് നൽകുമ്പോൾ വേഗന്റിന് ഗോൾ നേടുക എന്നൊരു ദൗത്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ അർജന്റീൻ സൂപ്പർ താരം റോഡ്രിഗോ ഡി പോൾ ഇന്റർ മയാമിക്ക് വേണ്ടിയുള്ള അരങ്ങേറ്റവും ഈ മത്സരത്തിൽ കുറിച്ചു. എന്തായാലും ലീഗ്സ് കപ്പിലെ ഈ ഒരു ഇന്റർ മയാമിയുടെ വിജയം അവരുടെ മുന്നോട്ടുള്ള കുതിപ്പിന് വളരെയധികം സഹായകരമാണ്.